Good morning to all. Today I am going to teach X interest and cum interest quotations. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതായത് ഡിബഞ്ചേഴ്സ് നമ്മുടെ കമ്പനിയുടെ സ്വന്തം ഡിബഞ്ചർ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ചിലപ്പോൾ പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്തിട്ട് ചിലപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യും. അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി നമ്മൾ ആ ഡിബഞ്ചേഴ്സ് യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ എന്തിനാണ് ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങണേ? അതായത് ഇപ്പോൾ 10 റുപ്പീസിനാണ് നമ്മൾ ആ ഡിബഞ്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ അപ്പം 9 റുപ്പീസിനായിരിക്കും നമുക്ക് വാങ്ങാൻ പറ്റുക. അപ്പോൾ ഒരു രൂപയുടെ ലാഭമുണ്ട്. ആ ലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങണത്. അതുപോലെ തന്നെ റിഡീം ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രീമിയത്തിനൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഈ റിഡീം ചെയ്യുമ്പോൾ പ്രീമിയത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ പ്രീമിയം കൊടുക്കണ്ട. അപ്പോൾ ആ കാശ് നമുക്ക് ലാഭമാണ്. അങ്ങനെ ലാഭങ്ങൾ ഉള്ളത് കൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരപ്പം തന്നെ അത് ക്യാൻസൽ ചെയ്ത് കളയും. പർച്ചേസ് ചെയ്ത ഉടനെ തന്നെ അത് ക്യാൻസൽ ചെയ്ത് കളയും. ചിലപ്പോൾ ആ ഡിബഞ്ചേഴ്സ് എന്ത് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെ 2 കേസുകളാണ് വരുന്നത്. ചിലപ്പോൾ അവർ ഇമ്മീഡിയറ്റ് ക്യാൻസൽ ചെയ്യും, അതുപോലെ തന്നെ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. ഈ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു 1 lakh ഡിബഞ്ചേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ്. അത് വാങ്ങിയത് 1 ജനുവരിയിലാണ്. നമുക്കറിയാം 1 ഇയറിലേക്കാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരിക. 31 ഡിസംബറിലാണ്. ഈ 31 ഡിസംബറിൽ 1 lakhൻ്റെ 10% വരുമ്പോൾ 10,000 നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. 1 ഇയറിലേക്ക് വേണ്ടിയുള്ള ഇൻട്രസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 1000 റുപ്പീസ് എൻ്റെ ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്താൽ ഒരു പ്രോബ്ലം ഇല്ല. കാരണം എന്താ, 1 lakh ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് നടത്തി. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 1 lakh വാങ്ങുന്നത്. ഇപ്പോൾ ഈ 1 lakh ഡിബഞ്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞത്, നമ്മൾ 1000 ഷെയർസ് ഏപ്രിലാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, അതായത് 1 ഇയർ ആയിട്ടില്ല, ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസം ഉണ്ടാവും. അപ്പോൾ ഈ 3 മാസത്തെ ഇൻട്രസ്റ്റ് നമ്മുടെ പെൻഡിങ് ആണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. ഈ ഒരു സിറ്റുവേഷനിൽ അതായത് 1 ഇയർ ആണെങ്കിൽ ഹാഫ് ഇയർലി, ഏത് സമയത്താണോ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ആ സമയത്തിന് മുമ്പായിട്ട് നമ്മൾ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് എക്സ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ വന്നത്. ഇൻട്രസ്റ്റ് കൊടുക്കണോ കൊടുക്കണ്ടേ? ഇപ്പോൾ 1 ഇയറിലേക്ക് ആണെങ്കിൽ നമ്മൾ പ്രശ്നമില്ല, പെൻഡിങ് ഇല്ല. ആ 1 ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് കൊടുക്കും. പെൻഡിങ് വരുന്ന കേസ്, ഇപ്പോൾ ജനുവരിയിൽ നമ്മുടെ ഡിബഞ്ചേഴ്സ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത്, നമ്മൾ വാങ്ങണത് ഏപ്രിലാണ്. അപ്പോൾ 3 മാസത്തെ ഒരു ഗ്യാപ്പില്ലേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ഇൻട്രസ്റ്റ് വന്നത്. ഈ ഒരു കേസാണ് എക്സ് ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റ് വന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജനറലി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഈസ് പെയ്ഡ് ഓൺ ഫിക്സഡ് ഡേറ്റ്സ്. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഹാഫ് ഇയർലി ആയിട്ടായിരിക്കും ഇൻട്രസ്റ്റ് കൊടുക്കുക, ചിലപ്പോൾ ഇയർലി ആയിട്ടായിരിക്കും. ഹവർ ദ കമ്പനി ബൈ ഇറ്റ്സ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഇയർ. ഏതെങ്കിലും സമയത്ത് അവരുടെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യും. ഇഫ് ദ കമ്പനി പർച്ചേസ് ഇറ്റ്സ് ഓൺ ഡിബഞ്ചേഴ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദർ വിൽ ബി നോ പ്രോബ്ലം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, 1 ജനുവരിയിൽ വാങ്ങി 31 ഡിസംബറിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഈ 1000 ഡിബഞ്ചേഴ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. കാരണം അത് ഇൻട്രസ്റ്റ് ഓൾറെഡി പേയ്മെൻറ്റ് നടത്തി. ദിസ് ഈസ് ബിക്കോസ് ദ ഇൻട്രസ്റ്റ് അക്രൂഡ് അപ്പോൺ ദ ഡേറ്റ് ഓഫ് പർച്ചേസ് വിൽ ബി പേയബിൾ ടു ദി ഡിബഞ്ചർ ഹോൾഡർ ഇഫ് ദ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് മുമ്പാണെങ്കിൽ, ഇപ്പോൾ ഡിസംബറിന് മുമ്പല്ലേ ഏപ്രിൽ, അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ദെൻ ദ പ്രോബ്ലം എറൈസ്. അപ്പോഴാണ് ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം എറൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലം എറൈസ് ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഓഫ് കൊട്ടേഷൻസ് ആണുള്ളത്, കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആൻഡ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. നമുക്ക് വേർഡിൽ നിന്ന് തന്നെ ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കാം. കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡറാണ്. അതായത് ഇപ്പം നമ്മൾ 10 റുപ്പീസിൻ്റെ സാധനം 10 റുപ്പീസിൻ്റെ ഷെയർ 9 റുപ്പീസിന് വാങ്ങിയിട്ടുണ്ട്. 9 റുപ്പീസിന് വാങ്ങുമ്പോൾ 9 റുപ്പീസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കം ഇൻട്രസ്റ്റ്. ഇൻക്ലൂഡറാണ് കം, വിത്ത് എന്ന് പറയാം. പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് വിത്താണ്, കൂടിയുണ്ട്.
എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂഡഡ് ഇൻട്രസ്റ്റ്. ഈ കേസിൽ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഇപ്പോൾ 8 രൂപയുടെ ആണെങ്കിൽ 10 രൂപയുടെ ഷെയർസ് 8 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1 രൂപ ഇൻട്രസ്റ്റ് നമ്മൾ അഡീഷണൽ കൊടുക്കണം. അത് നമ്മൾ അഡീഷനായിട്ട് ചെയ്യണം. മറ്റേതിൽ ഇൻട്രസ്റ്റിൽ നമ്മൾ അഡീഷൻ ചെയ്യേണ്ട, അതിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ ചെയ്യേണ്ട. എക്സ് ഇൻട്രസ്റ്റിൽ നമ്മൾ എക്സ്ട്രാ ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ. അതാണ് എക്സ് ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ്. നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിത്ത് ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇഫ് ദ പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഫോർ ദ പീരീഡ് ഫ്രം ദ പ്രീവിയസ് ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദി ഡേറ്റ് ഓഫ് പർച്ചേസ് ഇറ്റ് ഈസ് കോൾഡ് ഇൻട്രസ്റ്റ് പ്രൈസ്. ഈസ് ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് വിത്ത്. അതായത് ഇൻട്രസ്റ്റും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ പർച്ചേസ് ചെയ്യുക. ഇറ്റ് മീൻസ് ദ പ്രൈസ് പെയ്ഡ് ബൈ ദി കമ്പനി ഫോർ ദ ഡിബഞ്ചേഴ്സ് ഇൻക്ലൂഡ്. ഇപ്പം 10 റുപ്പീസിൻ്റെ ഡിബഞ്ചേഴ്സ് 9 റുപ്പീസിന് വാങ്ങിയെന്നുണ്ടെങ്കിൽ ഈ 9 റുപ്പീസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇൻട്രസ്റ്റ്. എക്സ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂഡ് ചെയ്തേക്കാണ്, ഇൻട്രസ്റ്റ് അതിൽ ഇല്ല, എക്സ്ക്ലൂഡ് ചെയ്തേക്കാണ്. If the purchase price exclude the interest for the expired period, it is called X interest. X Latin word which means without, interest ഇല്ലാണ്ട് കൊടുക്കുന്നത്. This means the purchase price of debentures does not include the interest. Interest include ചെയ്യാത്തതിനാണ് നമ്മൾ X interest quotation എന്ന് പറയുന്നത്. നമ്മൾ പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്നും, പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ വേറെ അഡീഷൻ കൊടുക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. നമ്മളെപ്പോഴും എക്സും എന്താന്ന് പഠിച്ച്, എന്ന് പറയുമ്പോൾ വിത്ത്, എക്സ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂഡഡ്, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് കിട്ടും. ഇനി നമ്മളിതിൻ്റെ ജേർണൽ എൻട്രീസ് ആണ് നോക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനും 2 പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് വാങ്ങുക. ഇപ്പോൾ വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടി വാങ്ങണം നോക്കി. അപ്പം നമ്മുടെ ജേർണൽ എൻട്രി ഇങ്ങനെ വരാം. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടി പർച്ചേസ് ചെയ്യണമെങ്കിൽ ജേർണൽ എൻട്രി വരാം. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇപ്പം നമ്മൾ ഡിബഞ്ചേഴ്സ് വാങ്ങുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനാന്ന് വയ്ക്കുക. അപ്പം നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വാങ്ങുമ്പോൾ നമ്മൾ എന്ത് എഴുതാം? ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇതാണ് നമ്മൾ ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ജേർണൽ എൻട്രി വരാം. പിന്നെ ഇപ്പം നമ്മൾ ഡിബഞ്ചേഴ്സ് വാങ്ങിയിട്ട് പിന്നീട് ഫ്യൂച്ചറിൽ അത് ക്യാൻസൽ ചെയ്യാനാണെങ്കിൽ വേറെ ജേർണൽ എൻട്രിയാണ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ 3 കേസുകളാണ് വരുന്നത്. ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആണെങ്കിൽ ഈ ജേർണൽ എൻട്രി, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനാണെങ്കിൽ ഈ ജേർണൽ എൻട്രി, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വാങ്ങി പിന്നീട് ഫ്യൂച്ചറിൽ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ ജേർണൽ എൻട്രി. ഇതാണ് ഇതിൻ്റെ കേസ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഇനി നമ്മൾ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് എമൗണ്ട് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ബാങ്ക് വഴി പൈസ കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കണം. മറ്റേതിൽ ഓൾറെഡി ഉള്ള കാരണം വേറെ ആഡ് ചെയ്യണ്ട. അപ്പോൾ വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയാണെങ്കിൽ ജേർണൽ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി വാങ്ങുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് എന്ന് പറയുമ്പോൾ ഏതാ? ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. പിന്നെ ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വാങ്ങി പിന്നീട് ഫ്യൂച്ചറിൽ അത് ക്യാൻസലേഷൻ ചെയ്യണമെങ്കിൽ ജേർണൽ എൻട്രി വരാം. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാം. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ പർച്ചേസ് പ്രൈസ് വരിക. അപ്പം നമ്മൾ വേറെ ഇൻട്രസ്റ്റ് അതിന് വേണ്ടി കൊടുക്കണ്ട. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് വേറെ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് അതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം.
ഇതാണ് എക്സ് ഇൻട്രസ്റ്റും കം ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഈ കേസിൽ ഒരു ഇത് വരാം, ഏതിലാണ് ലാഭം എന്ന്. എക്സ് ഇൻട്രസ്റ്റ് അല്ല കൂടുതൽ നമ്മുടെ കമ്പനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളത്, കം ഇൻട്രസ്റ്റ് ആണ്. കാരണം നമ്മൾ ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വാങ്ങുക, വേറെ അഡീഷണൽ പേയ്മെൻറ്റ് വേണ്ടി വരില്ല. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് വാങ്ങണത്, അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് വരും. അപ്പോൾ എപ്പോഴും ലാഭം എന്ന് പറയുന്നത് കം ഇൻട്രസ്റ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലം നോക്കാം. ഓക്കെ, താങ്ക് യു.